أعوذ بالله من الشيطان الرجيم ولله غيب السماوات والأرض وإليه يرجع الأمر كله فاعبده وتوكل عليه وما ربك بغافل عما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الحمد لله على كل حال ونعوذ بالله من حال أهل النار. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് ചരിത്രങ്ങൾ, അതിലൊരു ചരിത്രം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ മനസ്സിലാക്കി. അതിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തിന്റെ അനുയായികളുമായി പോകുന്നു. കടലിന്റെ മുൻപിലെത്തുമ്പോൾ അനുയായികൾ പറയുന്നുണ്ട്, മൂസ, നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, മുന്നിൽ കടലാണ്, പിറകിൽ ഫിറഔനും സൈന്യവും വരുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് പറയുന്നത്, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. അത് ഒന്നാമത്തെ. മറ്റൊരു സംഭവം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കൂടി മക്കയിലെ മുശ്രിക്കീങ്ങളുടെ പീഡനം സഹിക്ക വയ്യാതെ മക്ക വിട്ടു പോകുന്നുണ്ട്. ആ പോകുന്ന സന്ദർഭത്തിൽ നാല് ഭാഗത്തു നിന്നും മുശ്രിക്കുകൾ അവരെ അന്വേഷിച്ച് വരുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല അറുത്ത് കൊണ്ടുവരുന്നവന് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞു നടക്കാൻ പോകുന്ന വഴി അവർ ഒളിച്ചിരിക്കാൻ വേണ്ടി ഒരു ഗുഹയിലേക്ക് കയറി. സൗർ ഗുഹയിൽ കയറി അവർ ഒളിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചിട്ടില്ല, പക്ഷേ ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു സഹായിച്ചിട്ട്. ആ സന്ദർഭം ഏതാണ്? ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. രണ്ടാളുകൾ മക്ക വിട്ടു പോകുന്നുണ്ട്. ഗുഹയിൽ പ്രവേശിച്ച സമയത്ത് ഒരാൾ പറയുന്നുണ്ട്, പ്രവാചകരെ, ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നദർതു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീന അലാ റൂസിനാ വനഹ്നു ഫിൽ ഗാരി. ഗുഹയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്, മുകളിലേക്ക് നോക്കുമ്പോൾ മുശ്രിക്കീങ്ങളുടെ കാലുകൾ കാണുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലൗ അന്ന അഹദഹും നദറ ഇലാ ഖദമൈഹി അബ്സറനാ തഹ്ത ഖദമൈഹി, അവരിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് താഴോട്ട് നോക്കിയാൽ നമ്മെ കണ്ടുപിടിക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അബാ ബക്രിൻ മാ ظنك ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, മൂന്നാമനായി അള്ളാഹു ഉള്ള രണ്ടാളുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അതാണ് ആ ആയത്തിൽ പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, ലാ തഹ്സൻ, ഭയപ്പെടേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, അള്ളാഹു ഉണ്ട് കൂടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അള്ളാഹു സമാധാനം ഇറക്കി കൊടുത്തു, വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾ കാണാത്ത ഒരു സൈന്യങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുകയും ചെയ്തു. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ വല്ലാഹു അസീസുൻ ഹകീം എന്ന് സൂറത്തു തൗബയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് വെറും വാക്കല്ല. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എനിക്ക് വഴി കാണിച്ചു തരുമെന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു ഉണ്ട് കൂടെ എന്ന്. മനസ്സിൽ തട്ടി വരുന്ന വാക്കുകളാണത്. നമ്മൾ ആലോചിക്കുക, ഇതേപോലത്തെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ മനസ്സിൽ തട്ടി എൻ്റെ റബ്ബുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? മൂസാ നബി അലൈഹി സ്വലാം ചരിത്രത്തിൽ മരണം ഉറപ്പാണ്. ബാക്കിൽ സൈന്യം വരുന്നുണ്ട്. ഭൗതിക ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കടൽ നീന്തി കിടക്കാനുള്ള സാധ്യതയുമില്ല. സ്വാഭാവികമാണ്, അനുയായികൾ പറഞ്ഞത് ഇന്നാ ലമുദ്റകൂൻ. പക്ഷെ അവിടെ ആ തവക്കുലിന്റെ വാക്കാണ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്.
ഇത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത്, ഇന്നല്ലാഹ മഅന, അള്ളാഹു ഉണ്ട് കൂടെ എന്നുള്ളത്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ സാധിച്ചു? ഇവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. റബ്ബെല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നവർ മനസ്സിലാക്കി. പക്ഷേ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, പലപ്പോഴും പല ആളുകളും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. അവിടെയാണ് പലപ്പോഴും ആളുകൾ വഴിപിഴച്ചു പോകുന്നത്. ഏത് സമയത്ത് എല്ലായ്പ്പോഴും റബ്ബുണ്ട് എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ വിശ്വാസം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. പലപ്പോഴും പല പ്രയാസങ്ങളും വരുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ വിളിക്കുന്നു. എന്തുകൊണ്ട്? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല എന്നുള്ളത്. ചെറിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പോലും മറ്റുള്ള ആളുകളോട് പറയുന്നു. മക്കാമുകളിലും ബീവിമാരോടും തങ്ങന്മാരടുത്തും പോയി പറയുന്നു. എന്തുകൊണ്ട്? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എനിക്കെൻ്റെ റബ്ബുണ്ട് കൂടെ എന്ന് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടല്ലേ പലപ്പോഴും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് മാത്രം റബ്ബിലേക്ക് തിരിയുന്നു. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ്. പ്രയാസങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, പക്ഷേ റബ്ബ് അനുഗ്രഹം നൽകിയാൽ അവിടെ പിന്നെ റബ്ബിനെ മറക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചത് ഇത് മുശ്രിക്കീങ്ങളുടെ സ്വഭാവമായിട്ടാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 32-ാമത്തെ ആയത്തിൽ വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കരയിൽ വെച്ച് എല്ലാവരും വിളിക്കും, എന്നാൽ കടലിൽ കയറിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ വിളിക്കുമെന്ന് ഇഖ്ലാസോടുകൂടി അവർ വിളിക്കുമെന്നാണ്. മറ്റെല്ലാവരെയും മറന്നുകൊണ്ട് റബ്ബിനെ മാത്രം അവർ വിളിക്കുമെന്ന്. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദുൻ വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. അങ്ങനെ അവരെ രക്ഷപ്പെടുത്തിയാൽ അവർ റബ്ബിനെ മറന്നുകൊണ്ട് മറ്റുള്ള ആളുകളെ വിളിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ്? ആ റബ്ബിലുള്ള തവക്കുൽ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. പ്രയാസം വരുന്ന സമയത്ത് മാത്രം റബ്ബിനെ വിളിക്കുന്നു, അല്ലാത്ത സമയത്ത് റബ്ബിനെ മറക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ച ഇത് മുശ്രിക്കീങ്ങളുടെ സ്വഭാവമാണ്. എന്താണ് അതിനുള്ള പരിഹാരം? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ വേളയിലും റബ്ബിനെ ഓർക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന വസിയ്യത്തുണ്ട്, ഇഹ്ഫദില്ലാഹ തജിദുഹു അമാമക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ മുമ്പിൽ കാണാൻ കഴിയും റബ്ബിനെ. തഅറഫ് ഇലല്ലാഹി ഫിർറഖാഇ യഅരിഫുക ഫിശ്ശിദ്ദ, എല്ലാ കാലഘട്ടങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർത്താൽ, ഐശ്വര്യ കാലഘട്ടങ്ങളിൽ റബ്ബിനെ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ യഅരിഫുക ഫിശ്ശിദ്ദ, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് റബ്ബ് നിങ്ങളെയും ഓർക്കുമെന്നുള്ളതാണ്. ഒരു സമയത്ത് മാത്രം റബ്ബിലേക്ക് മടങ്ങുക, അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ റബ്ബിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നുള്ളത് വിശ്വാസിയുടെ സ്വഭാവമല്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് എല്ലാ വേളയിലും നീ റബ്ബിനെ ഓർക്കണം എന്നുള്ളത്. റബ്ബിൻ്റെ ഒരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിൻ്റെ അടിമക്ക് അവൻ പോരെ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മോട് ഒരാൾ വന്നിട്ട് നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സമാധാനം എത്രയാണ്. എന്നാൽ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിൻ്റെ അടിമക്ക് അവൻ പോരെ എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് എല്ലാ വേളയിലും നമുക്ക് റബ്ബിലേക്ക് മടങ്ങാൻ കഴിയുന്നില്ല? അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സന്ദർഭങ്ങളിലും റബ്ബിനെ ഓർക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുക, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ദിനേന 5 നേരം നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലേ, നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ ഒരാളുമില്ല, വലാ മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ നൽകാൻ ഒരാളുമില്ല. തവക്കുലിന്റെ വാക്കാണത്. നീ വിധിച്ചത് എന്താണോ അതേ എനിക്ക് ലഭിക്കുകയുള്ളൂ. ഇതാർക്കാണ് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുക? റബ്ബിൽ വിശ്വാസം ഉറപ്പിച്ചവനെ അത് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. ഏതൊരു സന്ദർഭത്തിലും ഹസ്ബി അല്ലാഹ്,
എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറയാൻ സാധിക്കേണ്ടതുണ്ട്. മുശ്രിക്കീങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണ്. എന്നിട്ട് റബ്ബ് ചോദിക്കുന്നത്, മുശ്രിക്കീങ്ങൾ പറയും റബ്ബാണ് എന്ന്. ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ് എന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് പോലും അറിയാം. പക്ഷെ അവരും വിശ്വാസികളും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ ധാരാളം ആരാധ്യന്മാർ ഒറ്റ ഇലാഹായി മാറ്റിയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് റബ്ബാണ് എന്ന് മക്കത്തെ മുശ്രിക്കുകൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ചോദിക്കുന്നത് ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നുണ്ടല്ലോ, അവരോട് ചോദിക്കുക ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി. അല്ലാഹു എനിക്കൊരു പ്രയാസം നൽകാൻ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, ആ പ്രയാസത്തെ നീക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളത്. ഔ അറാദനി ബിറഹ്മത്തിൻ, എനിക്കൊരു റഹ്മത്ത് അല്ലാഹു നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, ആ റഹ്മത്ത് അവർക്ക് തടഞ്ഞു നിർത്താൻ കഴിയുമോ എന്നുള്ളത്. തുടർന്നു കൊണ്ട് പറയുന്നത് ഖുൽ ഹസ്ബി അല്ലാഹ്, പറയുക ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബ് മതി, അല്ലാഹു അല്ലാത്ത ആളുകൾ വേണ്ട എന്നുള്ളത്. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ആ റബ്ബിലാണ് തവക്കുൽ ചെയ്യുന്ന ആളുകൾ തവക്കുൽ ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏതൊരു വിഷമഘട്ടത്തിലും നമുക്ക് പറയാൻ സാധിക്കും ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് എൻ്റെ റബ്ബ് മതി എന്ന്. ചരിത്രം പരിശോധിക്കാൻ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കുറച്ചാളുകൾ വന്നിട്ട് മുസ്ലിമീങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. മുസ്ലിമീങ്ങളോട് വന്നിട്ട് പറയാൻ, കുറച്ചാളുകൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്, നിങ്ങൾ തയ്യാറെടുത്തു എന്ന്. അവരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷെ എന്താണ് ഉണ്ടായത്? ഫഖ്ശൗഹും ഫസാദഹും ഈമാന, ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ്? ആ റബ്ബിൽ തവക്കുലാക്കിയത് കൊണ്ടാണ്. അവർ തുടർന്ന് പറയുന്നുണ്ട് വഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, അവർ പറഞ്ഞിട്ടുണ്ട് എനിക്കെൻ്റെ റബ്ബ് മതി, വ നിഅമൽ വക്കീൽ, തവക്കുലാക്കാൻ എത്ര നല്ലവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അവർ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ വാക്ക് പറഞ്ഞത് രണ്ടാളുകളാണ്. ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ, തീയിലേക്ക് എറിഞ്ഞ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. വഖാലഹ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാലു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. മറ്റൊന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകൾ വന്നിട്ട് ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്താണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും തവക്കുൽ എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, എന്താണ് തവക്കുൽ എന്ന് നമ്മൾ അറിയണം. തവക്കുലിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ആ തവക്കുൽ എന്താണെന്ന് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയാലാണ് അതിലുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാവുക. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉൽ ഉലൂം വൽ ഹിക്മ എന്ന തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഹഖീഖത്തു തവക്കുൽ, തവക്കുലിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ഹുവ സിദ്ഖു ഇഅ്തിമാദുൽ ഖൽബി അലല്ലാഹി അസ്സ വജൽ, ഹൃദയം അല്ലാഹുവിലേക്ക് ആശ്രയിക്കലാണ്. ഫിസ്തിജ്ലാബിൽ മസാലിഹി, ഗുണങ്ങൾ നേടുന്ന വിഷയത്തിൽ റബ്ബിനെ ആശ്രയിക്കുക. വദഫ്ഉൽ മദാരി മിൻ ഉമൂരി ദുനിയ വൽ ആഖിറതി കുല്ലിഹ, ദുനിയാവിലെയും ആഖിറത്തിൻ്റെയും വിഷയത്തിൽ മുഴുവൻ കാര്യങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ തടയാൻ അള്ളാഹുവിനെ ആശ്രയിക്കലാണ് തവക്കുൽ എന്ന് പറയുന്നത് ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം വിശദീകരണം തവക്കുൽ നൽകും. ചില പണ്ഡിതന്മാർ പറഞ്ഞ സിഖത്തൻ ബില്ലാഹ്, അള്ളാഹുലുള്ള ഉറച്ച വിശ്വാസമാണ് തവക്കുൽ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഏറ്റവും ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ട ഒന്നാണ് തവക്കുൽ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ വഅലല്ലാഹി ഫതവക്കൽ, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. അതേപോലെ തീരുമാനം എടുക്കുന്ന സമയത്ത് പറഞ്ഞു ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ റബ്ബിലേക്ക് തവക്കുലാക്കുക. വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒന്നാണ്. ഖുർആനിൽ പലയിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലിനെ ഇബാദത്തിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്.
അതിലൊരായത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്, സൂറത്ത് ഹൂദിലെ അവസാനത്തെ ആയത്ത്, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യ കാര്യങ്ങൾ അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, എല്ലാ കാര്യങ്ങളും മടങ്ങുന്നതും ആ റബ്ബിലേക്കാണ്. ഫഅബ്ദുഹു വതവക്കൽ അലൈഹി, അതുകൊണ്ട് നിങ്ങൾ റബ്ബിനെ ആരാധിക്കുക. വതവക്കൽ അലൈഹി, റബ്ബിൽ തവക്കുൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഇബാദത്തുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമസ്കാരം പോലെ, സകാത്ത് പോലെ. അതേപോലെ തന്നെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽപ്പെട്ടതാണ് തവക്കുൽ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കൽപ്പനയുടെ ഫഅബ്ദുഹു വതവക്കൽ അലൈഹി എന്ന കൽപ്പനയുടെ പൂർത്തീകരണമാണ് നമ്മൾ ദിനേന 17 പ്രാവശ്യം ഓതുന്നത്. എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബിനെ നിന്നെ മാത്രമാണ് നാം ആരാധിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. അതാണ് നേരത്തെ ഫഅബ്ദുഹു, നീ ഇബാദത്ത് ചെയ്യുക. അതാണ് ഇയ്യാക നഅ്ബുദു, നിന്നോട് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത്. വ ഇയ്യാക നസ്തഈൻ, അതാണ് തവക്കുൽ, റബ്ബെ നിന്നോട് സഹായം തേടുന്നു എന്നുള്ളത്. അതേപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതും തവക്കുലിന്റെ ഒരു ഭാഗമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഏതൊരു പ്രയാസം വരുന്ന സമയത്തും നമ്മൾ റബ്ബിലേക്ക് തിരിയുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരു കവി ഉണർത്തുന്നത് കാണാം, തവക്കൽതു ഫീ റിസ്ഖി അലല്ലാഹി ഖാലിഖി വഅയ്ഖൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി വമാ യകു മിർ റിസ്ഖിൻ ഫലൈസ യഫൂതുനി വലൗ കാന ഫീ ഖാഇൽ ബിഹാരിൽ അവാമിഖി سيأتي به الله العظيم بفضله ولو لم يكن مني اللسان بناطقي ففي أي شيء تذهب حسرة وقد قسم الرحمن رزق الخلائق. ഒരു കവിവൻ തവക്കൽതു ഫീ റിസ്ഖി അലല്ലാഹി ഖാലിഖി, എൻ്റെ റിസ്കിൻ്റെ വിഷയത്തിൽ എന്നെ സൃഷ്ടിച്ച റബ്ബിൽ ഞാൻ തവക്കുൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അന്നല്ലാഹ ലാ ശക്ക റാസിഖി, അള്ളാഹു ആണ് എനിക്ക് റിസ്ക് നൽകുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വമാ യകു മിർ റിസ്ഖിൻ ഫലൈസ യഫൂതുനി വലൗ കാന ഫീ ഖാഇൽ ബിഹാരിൽ അവാമിഖി, എനിക്ക് റബ്ബ് നിശ്ചയിച്ച ഒരു റിസ്ക് ഉണ്ടോ അതെനിക്ക് നഷ്ടപ്പെടുകയേയില്ല. വലൗ കാന ഫീ ഖാഇൽ ബിഹാരിൽ അവാമിഖി, കടലിൻ്റെ ആഴങ്ങളിലാണെങ്കിലും എനിക്ക് നിശ്ചയിച്ച ഒരു റിസ്ക് ആണോ അതെനിക്ക് തന്നെ ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ചോദിച്ചിട്ടില്ല എങ്കിലും സയഅതി ബിഹില്ലാഹുൽ അസീമു ബിഫദ്ലിഹി വലൗ ലം യകുൻ മിന്നിൽ ലിസാനു ബിനാതിഖി, ഞാൻ ചോദിച്ചിട്ടില്ല എങ്കിലും എനിക്ക് നിശ്ചയിച്ചതാണോ റബ്ബ് അത് നൽകുക തന്നെ ചെയ്യും. ഫഫി അയ്യി ഷൈഇൻ തദ്ഹബു ഹസ്റതൻ, പിന്നെ ഞാൻ എന്തിനാണ് സങ്കടപ്പെടേണ്ടത്. വഖദ് ഖസമ റഹ്മാനു റിസ്ഖൽ ഖലായിഖി, എല്ലാ സൃഷ്ടികളുടെയും റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കവി ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും റബ്ബിലേക്ക് മടങ്ങാനുള്ള തീരുമാനം ഒരു വിശ്വാസിയിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തവക്കുൽ ഒരു വിശ്വാസിയിൽ ജീവിതത്തിലുടനീളം ഉണ്ടാവണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്, റബ്ബിൽ തവക്കുലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കലല്ല, മറിച്ച് സബബുകളെ, കാരണങ്ങളെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത്. ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുന്നത്, ചില ആളുകൾ റബ്ബിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് മറ്റൊന്നും ചെയ്യാതിരിക്കുന്നുണ്ട്, എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? ഇമാം അഹ്മദ് റഹിമഹുള്ള പറയുന്നത്, ഹഉലാഇ ഖൗമുൻ മുബ്തദിഊൻ, ഇവർ മുബ്തദിഈങ്ങളായ ഖൗമാണ് എന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യമനിൽ നിന്ന് ആളുകൾ ഹജ്ജിന് വരുമായിരുന്നു. കാന അഹ്ലുൽ യമനി യഹുജ്ജൂന വലാ യതസവ്വദൂൻ, ഹജ്ജിന് വേണ്ട വിഭവങ്ങൾ ഒരുക്കാതെയാണ് അവർ ഹജ്ജിന് വരാറുണ്ടായിരുന്നത്. അങ്ങനെ അവരോട് ചോദിച്ചാൽ അവർ പറയും, നഹ്നുൽ മുതവക്കിലൂൻ, റബ്ബിലേക്ക് തവക്കുലാക്കിക്കൊണ്ടാണ് വന്നത്. ഫഇദാ ഖദിമു മക്കത സഅലുൻ നാസ്, അങ്ങനെ മക്കത്തെത്തിയാൽ ജനങ്ങളോട് ഭക്ഷണവും മറ്റും ചോദിച്ച് നടക്കുമെന്ന്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്, വതസവ്വദു ഫഇന്ന ഖൈറ സ്സാദി തഖ്വ, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് ഹജ്ജിലേക്ക് വരണം,
ആ വിഭവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖൈറ സാദി അത്തഖ്വ, തഖ്വയാണ്, സൂക്ഷ്മതയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ തവക്കുലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാം ചെയ്യാതിരിക്കല, മറിച്ച് റബ്ബിൽ തവക്കുലാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യുക, തവക്കുലാക്കുക എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖു അത്തയ്ർ. നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ ചെയ്താൽ ലറസഖകും കമാ യർസുഖു അത്തയ്ർ, ഒരു പക്ഷിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ റിസ്ക് നൽകുന്നത് അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നൽകുമെന്നാണ്. എങ്ങനെയാണ് പക്ഷിക്ക് റിസ്ക് നൽകുന്നത്? തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന, ഒരു പക്ഷി രാവിലെ കാലി വയറായിട്ടാണ് പോകുന്നത്, പക്ഷെ തിരിച്ചു വരുന്നത് വതറൂഹു ബിതാന, നിറഞ്ഞ വയറുമായിട്ടാണ്. ആ പക്ഷിക്ക് അറിയില്ല അതിൻ്റെ റിസ്ക് എവിടെയാണ് എന്നുള്ളത്. അതേപോലെ നിങ്ങൾ റബ്ബിൽ തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷിക്ക് റിസ്ക് നൽകുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിൽ വരാൻ കൽപ്പിച്ചിട്ടുണ്ട്. റബ്ബ് തന്നെ പറയാണ്, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു, നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പോയി അന്വേഷിക്കുക, റിസ്ക് തേടുക, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കാനല്ല മറിച്ച് കാരണങ്ങൾ ചെയ്യും. നമ്മൾ തേടി ഇറങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റിസ്ക് നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നാം ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തവക്കുൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണം, ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഹാത്തിമുൽ അസം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത്, 4 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി, പിന്നെ ഒരാളെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, അലിംതു അന്ന റിസ്ഖി ലാ യഅകുലുഹു ഗൈരി ഫത്മഅന്നത് ബിഹി നഫ്സി, എനിക്കുള്ള റിസ്ക് മറ്റൊരാളും തിന്നുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ പിന്നെ എൻ്റെ എല്ലാ സമാധാനക്കേടൊക്കെ പോയി സമാധാനമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. എനിക്കുള്ള റിസ്ക്കാണ്, അത് എനിക്ക് തന്നെ ലഭിക്കും. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, വഅലിംതു അന്ന അമലി ലാ യഅമലുഹു ഗൈരി ഫഅന മശ്ഗൂലുൻ ബിഹി, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഞാൻ തന്നെ ചെയ്യണം, മറ്റൊരാൾ എനിക്ക് വേണ്ടി ചെയ്യുകയില്ല. നമസ്കാരം ഞാൻ നിസ്കരിക്കേണ്ടതാണ്, അത് ഞാൻ തന്നെ നമസ്കരിക്കണം. ലാ യഅമലുഹു ഗൈരി, മറ്റൊരാളും ചെയ്യുകയില്ല. ഫഅന മശ്ഗൂലുൻ ബിഹി, അതുകൊണ്ട് ഞാൻ അതിൽ എന്താണ് സ്ഥിരമായിട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, വഅലിംതു അന്നൽ മൗത യഅതി ബഗ്തതൻ ഫഅന ഉബാദിറുഹു, എനിക്കറിയാമെന്ത് മരണം പെട്ടെന്നാണ് വരിക, അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുകയാണെന്ന്. നാലാമത് അദ്ദേഹം പറയുന്നത്, വഅലിംതു അന്നി ലാ അഖ്ലു മിൻ ഐനില്ലാഹി ഫഅന മുസ്തഹി മിൻഹു, എന്ത് കാര്യം ചെയ്യുമ്പോഴും റബ്ബിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഫഅന മുസ്തഹി മിൻഹു, അതുകൊണ്ട് തെറ്റിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കാൻ സാധിക്കും, ഞാൻ ലജ്ജിക്കുന്നുണ്ടെന്ന്. കാരണം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ പിന്നെ ഒരു ടെൻഷനുമില്ല, റബ്ബിനനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നാണ് ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ദാസന്മാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, യഥാർത്ഥ തവക്കുൽ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ